മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി സിന്ധുവിന്റെ പോലീസ് ഗുണ്ടാ ബന്ധങ്ങളിലേക്ക് അന്വേഷണം. സിന്ധുവിന് സംരക്ഷണം ഒരുക്കിയിരുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം. ഉന്നത ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന സിന്ധുവിന്റെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കേസിൽ സിന്ധുവിനെയും ബിലാലിനെയും ചോദ്യം ചെയ്യാൻ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകും. ജിജീഷ്, ഈ മോഡലിംഗിന്റെ പേരിൽ നടന്നിട്ടുള്ള സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചില ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണോ, ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? സിന്ധുവിന്റെ ഉന്നത ബന്ധങ്ങൾ, പ്രത്യേകിച്ച് പോലീസിലും ഗുണ്ടകളിലുമുള്ള ബന്ധങ്ങൾ അത് ഉപയോഗപ്പെടുത്തി ഈ സെക്സ് റാക്കറ്റ് നടത്തി എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണോ? ഗൗതം, ഈ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. കാരണം അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, തനിക്ക് പോലീസിൽ വലിയ സ്വാധീനമുണ്ട്, പോലീസിൽ തന്നെ സൈബർ സെല്ലിൽ തനിക്ക് അടുപ്പക്കാരുണ്ട്, അവിടെ വലിയ ബന്ധങ്ങളുണ്ട്, സിനിമാ മേഖലയിൽ അടുത്ത ബന്ധങ്ങളുണ്ട് എന്ന് മാത്രമല്ല ഗുണ്ടാ സംഘങ്ങളുമായി. കാരണം ഇത്തരത്തിൽ യുവതികളെ പലപ്പോഴും സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കിയതിന് ശേഷം അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നത്, ഈ വിവരം മറ്റാരോടും പറയാതിരിക്കാനും ഈ കെണിയിൽ നിന്ന് പുറത്തു കടക്കാതിരിക്കാനും എല്ലാം തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത് പലപ്പോഴും ഗുണ്ടകളുടെ പേര് പറഞ്ഞായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് ഔറംഗസേബി എന്നൊരാളുടെ പേര് നിരന്തരമായി തന്നെ ഈ ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. സിന്ധുവിന്റെ കൂട്ടാളികളായ ആളുകൾ ഇപ്പോൾ പരാതി നൽകിയ ആളുകളോട്, ഈ യുവതികളോട് പലപ്പോഴും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ഔറംഗസേബി എന്ന ഒരാളെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള ഗുണ്ടാ സംഘങ്ങളുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട്. അത് കൂടുതൽ വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ഈ ശബ്ദ സംഭാഷണം. അതുകൊണ്ട് തന്നെ ആരെയെല്ലാമാണ് ഇത് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെല്ലാമാണ് സിന്ധുവിന് വേണ്ട സഹായങ്ങൾ, സിന്ധുവിനെയും ബിലാലിനെയും പോലെ ദുബായ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് നടത്തുകയും കേരളത്തിൽ നിന്നടക്കം യുവതികളെ, പെൺകുട്ടികളെ ഇതിന്റെ വലയിൽ അകപ്പെടുത്തുകയും ചെയ്ത ഈ സെക്സ് റാക്കറ്റിന് പിന്തുണ നൽകിയതും അവരെ സംരക്ഷിച്ചിരുന്ന ഉന്നതരാരാണ് എന്നത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ പോലീസ് അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാകും എന്നത് വലിയൊരു സംശയമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. കാരണം പോലീസിലെ ഉന്നതരുമായി തന്നെ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരിലേക്ക് എത്തുന്ന ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമോ എന്ന കാര്യം സംശയമാണ്. ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് നിലവിൽ കാര്യമായ അന്വേഷണമൊന്നും നടക്കുന്നില്ല. എന്നാൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ഔറംഗസേബി ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമുണ്ട്. സിനിമാ മേഖലയിൽ താൻ വിളിച്ചാൽ എപ്പോഴും വരാൻ തയ്യാറായ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിളിച്ചാലെല്ലാം അപ്പോൾ തന്നെ അവിടെ ഓടിയെത്തുന്ന സിനിമാ മേഖലയിലുള്ള ആളുകളുണ്ട് എന്നെല്ലാമാണ് സിന്ധു പിടിക്കപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് തനിക്കെതിരെ പരാതി വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഏജന്റിനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭാഷണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഇതെല്ലാം ഇവർ വിശദമായി ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അന്വേഷണം എല്ലാം മുന്നോട്ട് പോവുക. അതിന്റെ ഭാഗമായി സിന്ധുവിനും ബിലാലിനുമായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. നിലവിൽ ഇവർ റിമാൻഡിൽ തുടരുകയാണ്, ജയിലിൽ തുടരുകയാണ്. ഒപ്പം തന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടാനുണ്ട്. അവർ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്നു. ഈ രണ്ട് കണ്ണികളെ പ്രധാനമായും അറസ്റ്റ് ചെയ്താൽ മാത്രം, അവരെ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുക. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പല പ്രധാനപ്പെട്ട വിവരങ്ങളും സിന്ധു അടക്കമുള്ള പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്. ആരെല്ലാം കൂടുതൽ ഇരകൾ പരാതിയുമായി രംഗത്ത് വരാൻ തയ്യാറായിട്ടില്ല. അതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ സെക്സ് റാക്കറ്റിന്റെ നിരന്തരമായ ഭീഷണിയാണ്. വലിയ തോതിൽ തങ്ങൾ വധഭീഷണി അടക്കം നേരിടുന്നുണ്ട് എന്ന കാര്യം പരാതിക്കാർ മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികൾ ലഭിക്കാത്തത് ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്ത് അന്വേഷണവുമായി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗൗതം, മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയതിൽ പ്രധാന പ്രതി സിന്ധുവിന്റെയും പോലീസിലെയും അതോടൊപ്പം തന്നെ ഗുണ്ടാ സംഘങ്ങളുമായിട്ടൊക്കെയുള്ള ഉന്നതമായ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്.